ലോകത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 5 വയസ്സുകാരി മരണപ്പെട്ടെന്ന വാർത്ത പുറത്തു വന്നതോടെയാണ് തലച്ചോറ് തിന്നുന്ന അമീബ വീണ്ടും ചർച്ചകളിൽ നിറയുന്നത്. കഴിഞ്ഞ വർഷം ആലപ്പുഴയിലും 15കാരൻ ഈ രോഗം ബാധിച്ച് മരിച്ചിരുന്നു. നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുവിനെയാണ് ഇത്തരത്തിൽ തലച്ചോറ് തിന്നുന്ന അമീബ എന്ന് വിളിക്കുന്നത്. കേൾക്കുമ്പോൾ പേടി തോന്നുന്നുണ്ടാകുമല്ലേ? അതെ, ഈ രോഗത്തെ അല്പം പേടിക്കുക തന്നെ വേണം. കാരണം ഈ രോഗം ബാധിച്ചാൽ ജീവിതത്തിലേക്ക് തിരിച്ചുവരവ് ഏറെക്കുറെ അസാധ്യമാണ്. ലോകമെമ്പാടും തടാകങ്ങൾ, നദികൾ, ചൂട് നീരുറവകൾ തുടങ്ങിയ ജലാശയങ്ങളിൽ സ്വതന്ത്രമായി വസിക്കുന്ന ഒരു അമീബയാണ് നെഗ്ലേറിയ ഫൗലേറി അഥവാ ബ്രെയിൻ ഈറ്റിംഗ് അമീബ. മണ്ണിലും ഇവ കാണപ്പെടുന്നുണ്ട്. ഈ രോഗാണു ബാധിച്ചവരിലാണ് പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത്. വളരെ വിരളമായി 10,000-ൽ ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എങ്കിലും ഇത് വളരെ അപകടകാരിയാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. അതേസമയം ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. രോഗാണുബാധ ഉണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് രോഗത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ. പിന്നീട് രോഗം ഗുരുതരാവസ്ഥയിൽ എത്തുമ്പോൾ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകുന്നു. രോഗിയെ കോമ സ്റ്റേജിലേക്ക് തള്ളിവിടാൻ പോലും ഈ ബാക്ടീരിയയ്ക്ക് കഴിയും. നട്ടെല്ലിൽ നിന്ന് മസ്തിഷ്ക ദ്രാവകം അഥവാ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് പരിശോധിച്ചാണ് അണുബാധയുടെ രോഗനിർണയം നടത്തുന്നത്. ഇതുകൂടാതെ ബ്രെയിൻ ബയോപ്സി നടത്തിയും രോഗനിർണയം നടത്താവുന്നതാണ്. ഒരിക്കൽ അണുബാധയുണ്ടായാൽ രോഗമുക്തി ഏറെക്കുറെ അസാധ്യമാണ് എന്നതാണ് ഈ രോഗത്തെ കൂടുതൽ തീവ്രമാക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1962 മുതൽ 2021 വരെ അമേരിക്കയിൽ 154 പേർക്ക് ഈ രോഗം ബാധിച്ചിരുന്നു. ഇതിൽ 4 പേർ മാത്രമാണ് ഈ അണുബാധയെ അതിജീവിച്ചത്. അതിനാൽ തന്നെ ഈ രോഗത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാമല്ലോ. ആൻറ്റി ഫംഗൽ ആംഫോടെറിസിൻ ബി ആണ് ഈ ബ്രെയിൻ ഈറ്റിംഗ് അണുബാധയ്ക്കുള്ള ചികിത്സ. വടക്കേ അമേരിക്കയിൽ ഈ രോഗം അതിജീവിച്ചവരിൽ ചിലർക്ക് ആംഫോടെറിസിൻ ബി, റീഫാംപിൻ, ഫ്ലൂക്കോണസോൾ, മിൽറ്റേഫോസിൻ എന്നിവ ഉൾപ്പെടുന്ന മരുന്നുകൾ സംയോജിപ്പിച്ച് ചികിത്സ നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും മതിയായ ചികിത്സ നൽകിയാലും ഈ രോഗത്തിൻ്റെ മരണനിരക്ക് 97% കൂടുതലാണ്. ആയതിനാൽ തന്നെ രോഗം വരാതെ നോക്കുക എന്നതാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ നീർച്ചാലിലോ കുളിക്കാതിരിക്കുക. ചെറുചൂടുള്ള ശുദ്ധജലാശയങ്ങളിൽ, പ്രത്യേകിച്ച് നിശ്ചലമായ ജലാശയങ്ങളിൽ നോസ് പ്ലഗുകളില്ലാതെ നീന്താതിരിക്കുക. ക്ലോറിനേറ്റ് ചെയ്ത നീന്തൽക്കുളങ്ങളിൽ മാത്രം കുളിക്കുക എന്നിവയിലൂടെയൊക്കെ നമുക്ക് രോഗം ഉണ്ടാവാതെ നോക്കാം. ഇനി അഥവാ ഇത്തരം ജലാശയങ്ങളിൽ പോയതിനു ശേഷം പനിയുടെയോ കടുത്ത തലവേദനയുടെയോ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്.